ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലഡ് റിലേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ആ ടോപ്പിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞിട്ട് ഡയറക്ഷൻ സെൻസ് എന്നുള്ള ടോപ്പിക്കും എടുക്കാം. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻ. എല്ലാ എക്സാംസിലും, ഏത് എക്സാം, സ്കോളർഷിപ്പ് ആവട്ടെ, PSC ആവട്ടെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എക്സാം ആവട്ടെ, ഏത് എക്സാം ആയാലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും കോമണുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഏത്, ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമുക്ക് സ്വന്തം ഫാമിലിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കുറേ എണ്ണം ഉണ്ടാവും. ലൈക്ക് ഒരാളുടെ ഫാദറിന്റെ, ബ്രദറിന്റെ, സിസ്റ്ററിന്റെ സണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഫാമിലി ട്രീ വരച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് ആ നമ്മൾ ഫാമിലി ട്രീ വരയ്ക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഫാദർ, മദർ, അതേപോലെ എങ്ങനെയാണ് വൈഫ്, ഹസ്ബൻഡ്, സിസ്റ്റർ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ നേരെ ഈ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഫാമിലി ട്രീ വരയ്ക്കുന്ന ഒരു ബേസിക്സ് ആദ്യത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് കാണിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നേരെ സോൾവ് ചെയ്യല്ല, പക്ഷെ ഇത് സോൾവ് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് ആർക്കെങ്കിലും സ്വന്തമായിട്ട് ആൻസർ കിട്ടുമെങ്കിൽ അവർക്ക് കമന്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ഞാനിത് ഡയറക്റ്റ് സോൾവ് ചെയ്യല്ല ചെയ്യുന്നത്, ഞാൻ സോൾവ് ചെയ്യാം. അപ്പൊ അതിന്റെ മുമ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും ബ്ലഡ് റിലേഷൻ, അവർക്ക് നേരെ എന്ത് ചെയ്യാം, ആൻസർ കമന്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനറേഷൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, ബ്ലഡ് റിലേഷൻസിൽ പ്രോബ്ലംസ്, ചില പ്രോബ്ലംസ് വരാറുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിം ജനറേഷൻ ആണ്. ഇപ്പം നമ്മുടെ സെയിം ജനറേഷൻ ആണ് ആര്, നമ്മുടെ ബ്രദർ, അതേപോലെ തന്നെ സിസ്റ്റർ, അതേപോലെ കസിന്, ഇതൊക്കെ നമ്മുടെ സെയിം ജനറേഷൻ ആണ്. നമ്മുടെ താഴെയുള്ള ജനറേഷൻ ആണ് നമ്മുടെ സണ്ണ്, അതേപോലെ തന്നെ ഡോട്ടർ, പിന്നെ അതേപോലെ തന്നെ നെഫ്യൂ, പിന്നെ നീസ്. ഈ നെഫ്യൂ, നീസ് എന്നുള്ള പേര് പലർക്കും എന്താ പറയാ, ചിലപ്പോൾ കൺഫ്യൂസിങ് ആയേക്കാം. എന്ന് വെച്ചാൽ നെഫ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രദറിന്റെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററിന്റെ സണ്ണാണ്. ഇനി നീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ബ്രദറിന്റെ അല്ലെങ്കിൽ സിസ്റ്ററിന്റെ ഡോട്ടർ ആണ്. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. ഇനി ഇപ്പം നോമാൻ ഓൾറെഡി കമന്റ് ചെയ്തിട്ടുണ്ട് ആൻസർ, നമുക്ക് നോക്കാം. ഏതായാലും ഇപ്പം ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, സോ സണ്ണ്, ഡോട്ടർ, നെഫ്യൂ, നീസ്, ഇതൊക്കെ നമ്മുടെ താഴെയുള്ള ജനറേഷൻ ആണ്. നമ്മുടെ താഴെ ഉള്ള ജനറേഷന്റെ താഴെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഗ്രാൻഡ് സണ്ണ്, അതേപോലെ തന്നെ ഗ്രാൻഡ് ഡോട്ടർ, ഇതൊക്കെ അതിൽ വരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തൊട്ട് മുകളിലുള്ള ജനറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫാദർ, അതേപോലെ തന്നെ മദർ, പിന്നെ അതേപോലെ തന്നെ അങ്കിള്, അതേപോലെ ഓണ്ട്, ഇതെല്ലാമാണ് അതിൽ വരുന്നത്. പിന്നെ നമ്മൾ മലയാളത്തിൽ പറയുന്നതും ഇംഗ്ലീഷിൽ പറയുന്നതുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പം ഫാദറിന്റെ അനിയനെ നമ്മൾ ചാപ്പ അല്ലെങ്കിൽ എന്താ പറയുക ഇളയച്ചൻ എന്നൊക്കെയാണ് പറയാറുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഇളാപ്പ എന്നൊക്കെ പറയും. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ മമ്മിയുടെ ഒക്കെ എന്താ പറയാ സിസ്റ്റേഴ്സിനെ നമ്മൾ അമ്മായി, അമ്മാവി എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ ഈ അമ്മയുടെ ബ്രദർ ആണെങ്കിൽ നമ്മൾ അങ്കിൾ അല്ലെങ്കിൽ അമ്മാവൻ എന്നുമാണ് പറയുന്നത്. അപ്പോൾ അമ്മാവനും അതേപോലെ ഇളയച്ചനും ഒക്കെ ഒരൊറ്റ പേരാണ് ഇംഗ്ലീഷിലുള്ളത്, അങ്കിളാണ്. അതേപോലെ തന്നെ മാമി, അതേപോലെ ഇളയമ്മ, അതേപോലെയുള്ള പേരുകൾക്കും, അതേപോലെ തന്നെ നമ്മുടെ അമ്മായി എന്ന് പറയുന്ന ആ പേരുകൾക്കും ഒക്കെ എന്താ പറയുക, ഓണ്ട് എന്നുള്ള പേരാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യമാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. അപ്പൊ നമ്മുടെ മുകളിലുള്ള ജനറേഷനാണ് നമ്മുടെ ഫാദർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മുകളിലുള്ളതിന്റെ മുകളിലുള്ളതാണ് എന്ത്, നമ്മുടെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് അങ്കിൾ പോലെയുള്ള സംഭവം. പിന്നെ നമ്മുടെ ഫാദർ വഴിയുള്ള ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ നമ്മൾ ഒരു പേര് പറയും, പാറ്റേണൽ ഗ്രാൻഡ് ഫാദർ. മദർ വഴിയുള്ളതാണെങ്കിൽ എന്താ പറയാ, മാറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്നാണ് പറയാ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ചിലപ്പം ഇതിൽ എക്സാമിനൊക്കെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്ന പേരാണ് സ്പൗസസ് എന്ന് പറയാൻ. നമ്മുടെ ഹസ്ബൻഡ് വൈഫിനാണ് എന്ത് പറയാ, സ്പൗസസ് എന്ന് പറയാ. പിന്നെ നമ്മുടെ കൂടെ പിറപ്പിനെ പറയുന്ന പേരാണ് എന്ത്, സിബ്ലിങ്സ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ കുറെ പേരുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആദ്യമേ നമ്മൾ ഫെമിലിയർ ആയി ഇരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ ഫാമിലി ട്രീ വരയ്ക്കുന്നത് എങ്ങനെയാന്ന് പറയാം. ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, നമ്മുടെ മുകളിലുള്ള ജനറേഷൻ ആണെങ്കിൽ ഫാദർ, മദർ, താഴെയുള്ളതാണെങ്കിൽ സണ്ണ്, ഡോട്ടർ, ഈ രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുക
നമ്മൾ ഫാമിലി ട്രീയും വരയ്ക്കാം. ഞാൻ ഇപ്പോ ഈ എഴുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് മായ്ക്കാണ്, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഫാമിലി ട്രീ വരയ്ക്കാം. എഴുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് മായ്ക്കാം. ഓക്കെ, സോ ഇവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനുണ്ട്, എൻ്റെ വൈഫ് ആണെങ്കിൽ നമ്മൾ ഇവിടെ 2 ലൈൻ ഇട്ടിട്ടാണ് എഴുതുക. പിന്നെ എൻ്റെ ബ്രദർ ആണെങ്കിൽ ഇവിടെ ഒരു ഒറ്റ ലൈൻ ഇട്ട് എഴുതുക. ഇതൊക്കെ എന്താ ഒരേ ലൈനിൽ ഇടുന്നത്? കാരണം ഇതെല്ലാം ഒരു ജനറേഷൻ ആണ്. ഇവിടെ എൻ്റെ ഫാദർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫാദർ എന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്യാം. ഫാദറിന്റെ വൈഫ് എന്ന് പറയുന്നത് നമ്മുടെ മദർ ആണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, 2 ലൈൻ ഇട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ കോമൺലി ചില പ്രോബ്ലംസിൽ എത്ര മെയിൽ മെമ്പേഴ്സ് ഉണ്ട്, എത്ര ഫീമെയിൽ മെമ്പേഴ്സ് ഉണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മെയിൽ മെമ്പേഴ്സിന് പ്ലസ്. ഇപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ 3 തരം ഓപ്ഷൻസ് ആണല്ലോ നിങ്ങൾ കമന്റ് ചെയ്തിരിക്കുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. എനിവേ നമുക്ക് നോക്കാം. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇപ്പം സിയും ഡിയും എയും ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോ ഏതായാലും നോക്കാം, ലാസ്റ്റ് പറയാം. ഇപ്പൊ ഇവിടെ ഫാദർ മദർ എന്ന് പറയുമ്പോൾ ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ മൈനസും, മെയിൽ ആണെങ്കിൽ പ്ലസും. ഓക്കെ, ഗൂഗിളിന് തെറ്റിപ്പോയതാന്ന് പറഞ്ഞു. ഓക്കെ, എനിവേ സോ ഇവിടെ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ നമ്മുടെ സണ്ണാണ്, നമ്മൾ താഴോട്ടാണ് മാർക്ക് ചെയ്യുക അല്ലെ. പിന്നെ അതേപോലെ തന്നെ നേരെ നേരെ വരയ്ക്കുകയാണെങ്കിൽ ബ്രദർ സിസ്റ്റർ ഒരേ ജനറേഷൻ വൈഫ്, മുകളിലോട്ട് വരയ്ക്കുകയാണ് ഫാദർ. അപ്പൊ ആ രീതിയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫാമിലി ട്രീ വരയ്ക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ ആദ്യത്തെ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഫാമിലി ട്രീ വരച്ചൊന്ന് ചെയ്തു നോക്കാം. നിങ്ങൾ നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്നത് ബി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. അപ്പൊ ബി എന്ന് പറഞ്ഞ ഫാദർ ആണ്, കണ്ടോ. ബി എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് വരച്ചു, കണ്ടോ. ബി ഫാദർ ആണ്, മെയിൽ ആണ്. അതുകൊണ്ട് നമ്മൾ പ്ലസ് എന്ന് കൂടി മാർക്ക് ചെയ്തു. അത് ഇങ്ങനെ മാത്രമൊന്നും, ഇങ്ങനെ പ്ലസ് എന്ന് തന്നെ ഇടണം എന്നൊന്നും കേട്ടോ. കാരണം മെയിൽ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഒന്ന് ഈ രീതിയിൽ ഒരു സിമ്പിൾസിന്റെ ഉള്ളിൽ എഴുതാം. ഫാദറോ ബിയോ എയോ എന്തായാലും ഈ സിമ്പിൾസിൽ ഇടാം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം പ്ലസ് എന്നിടുന്നതാണ്. ഇപ്പൊ ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു റെപ്രസെന്റേഷൻ എന്താ, ഈ രീതിയിൽ ഒരു ഷേപ്പിന്റെ ഉള്ളിൽ നമ്മൾ അത് എഴുതും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്യൂ ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും. ഇനി അതേപോലെ തന്നെ നമ്മൾ മൈനസ് എന്നുള്ളത് ഇടാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാണ് കുറച്ചുകൂടി നല്ലത്. നിങ്ങൾ ഇങ്ങനെ സർക്കിൾ വരച്ച് ടൈം കളയാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്യാൻ നല്ലത്. ഇപ്പൊ ചിലര് മെയിലിന് മൈനസും ഫീമെയിലിന് പ്ലസും ഇടും. അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്, ഏത് രീതിയിലും ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ ഇവിടെ ബി ഇസ് ദ ഫാദർ ഓഫ് ക്യൂ. എന്നിട്ട് പറയാണ് ബി ഹാസ് ഓൺലി 2 ചിൽഡ്രൻ. അപ്പൊ ബിന്റെ ഓൾറെഡി ഒരു ചിൽഡ്രൻ എവിടെ വന്നിട്ടുണ്ട്, ഈ ക്യൂ എന്ന് പറയുന്നതാണ്. ബി ഹാസ് ഓൺലി 2 ചിൽഡ്രൻ. ആ 2 ചിൽഡ്രൻ ആണ് ഈ 2 ലൈന് കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നിട്ട് പറയാണ് ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ. അപ്പൊ തന്നെ ക്യൂവിന്റെ കൂടെയുള്ള കൂടെപ്പിറപ്പ്, സിബ്ലിംഗ് ആയിട്ട് ഉണ്ടാവുന്ന ആള്. നമ്മൾ പറഞ്ഞു ബിക്ക് 2 മക്കളാണ്, അതിലൊന്ന് ക്യൂ ആണ് അല്ലെ. ക്യൂവിന്റെ കൂടെപ്പിറപ്പായിട്ടുള്ള ആൾ എന്ന് പറഞ്ഞ ആരാണ്, ആറാണ്. സോ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരുന്നത്. നമുക്ക് നോക്കാം. ഏതായാലും ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ, നമ്മൾ അത് മാർക്ക് ചെയ്തു. ബ്രദർ ആണ്, ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ. അപ്പൊ ഇതെന്തായാലും മെയിൽ ആണ്, ക്യൂ ബ്രദർ ആണ്. അപ്പൊ ആറ് മെയിൽ ആവണം എന്നില്ല, ഫീമെയിൽ ആവണം എന്നില്ല, എന്ത് വേണമെങ്കിലും വരാം. പക്ഷെ അവിടെ പറയുന്നുണ്ട് ആർ ഈസ് ദ ഡോട്ടർ ഓഫ് പി എന്ന് പറഞ്ഞ ഇത് മൈനസ് ഇടണം. മാത്രല്ല ഇവിടെ പറഞ്ഞ എന്താ, പിയുടെ മകള് എന്നാ. അപ്പൊ തന്നെ നമുക്കറിയാം ബിയുടെയും അതേപോലെ തന്നെ പിയുടെയും കൂടി മകളാണ് ആര് വരിക, ആറ് വരിക. ഇത്രയേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞ് പറയാണ് എ ഈസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് പി. അപ്പൊ എ ഇവിടെ എവിടെങ്കിലും ആ വരിക, ഒന്നുകിൽ ക്യൂവിന്റെ മകളായിരിക്കാം, അല്ലെങ്കിൽ ആറിന്റെ മകളായിരിക്കാം. നമ്മൾ തൽക്കാലം എ ഇവിടെ മാർക്ക് ചെയ്തു. ഒന്ന് ജസ്റ്റ് അടുത്ത സെന്റൻസ് കൂടി വായിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് പ്ലേസ് കിട്ടും എവിടെയാണ്. എസ് ഈസ് ദ ഫാദർ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി ക്യൂ എന്ന് പറഞ്ഞാൽ മെയിലാണ് അല്ലെ. അപ്പൊ എസ് ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ ആര് വരുള്ളൂ, എസ് വരുള്ളൂ. എസ് ആണ് ആരുടെ ഫാദർ, എയുടെ ഫാദർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എ എന്ന് പറഞ്ഞ ഗ്രാൻഡ് ഡോട്ടർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മൈനസ് എന്നുള്ള സിമ്പലും കൂടി കൊടുക്കാം. ഇതോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫുൾ കാര്യങ്ങളും വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ നമ്മുടെ പാറ്റേണും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങളോട് ആകെ ചെയ്യാൻ പറയുന്നത് ഹൗ ഈസ് എസ് റിലേറ്റഡ് ടു ക്യൂ. ക്യൂവിന്റെ ആരാണ് എസ് എന്നാണ് ചോദിക്കുന്നത്. ക്യൂവിന്റെ എന്താ പറയാ സിസ്റ്റർ ആണ് ആര്, ആറ്. സിസ്റ്ററുടെ ഹസ്ബൻഡ് ആണ് ആര്, എസ് എന്ന് പറയുന്നത്. നമ്മുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡിനെ നമ്മൾ അളിയൻ എന്നാ പറയാ. ഈ അളിയൻ എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ബ്രദർ ഇൻ ലോ എന്ന് പറയാ.
ഇത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴേക്ക് തന്നെ ആര് കമന്റ് ചെയ്തിട്ടുണ്ട്? നുഅമാനും അതേപോലെ അരുണും ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ബ്രദർ ഇൻലോ എന്നാണ് ഇവര്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇൻലോ ഇൻലോ എന്ന് പറയുന്നത് ബ്രദർ ഇൻലോന്റെ പോലെ നമുക്ക് എന്ത് ചെയ്യാം? സൺ ഇൻലോ മരുമകൻ, ഡോട്ടർ ഇൻലോ മരുമകൾ, പിന്നെ സിസ്റ്റർ ഇൻലോ എന്ന് പറയാൻ നാത്തൂൻ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ലോ ഇൻലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരാൻ പറ്റും. ഫാദർ ഇൻലോ, മദർ ഇൻലോ, സൺ ഇൻലോ, ഡോട്ടർ ഇൻലോ, ബ്രദർ ഇൻലോ, സിസ്റ്റർ ഇൻലോ. അപ്പൊ ഇത്രയുമാണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ വരയ്ക്കാനുള്ളത്. വളരെ ഈസിയാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് വരയ്ക്കുക. ഇനിയിപ്പോ എവിടെങ്കിലും ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല, അടുത്ത സെന്റൻസ് വായിച്ചാൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാനുള്ള ഡേറ്റ കിട്ടിയേക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഗസ് ചെയ്തൊക്കെ ചെയ്യാം. കാരണം ബാങ്കിന്റെ എക്സാം ഒക്കെ കുറച്ച് ഹൈ ലെവലാണ്. അതിലൊക്കെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഗസ് ചെയ്ത് വരയ്ക്കേണ്ടി വരാറുണ്ട്. എന്നിട്ട് ലാസ്റ്റ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഏതായാലും നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാനുള്ളത്. നിങ്ങൾ നോക്കിയേ, ബി ആൻഡ് സി ആർ സിബിലിംഗ്. അപ്പൊ തന്നെ ബിയും സിയും ഒരേ അച്ഛന്റെയും അമ്മയുടെയും മകളാന്ന് കിട്ടി, അല്ലെങ്കിൽ മക്കളാന്ന് കിട്ടി. എം ഹാസ് 2 ചിൽഡ്രൻ ആൻഡ് ഹി ഈസ് സൺ ഓഫ് ഇ. അപ്പൊ എം നമുക്ക് ഇവിടെ ഇടാം. മിക്കവാറും എമ്മിന്റെ മക്കളാവണം ആര്? ബിയും സിയും. മാത്രല്ല ഇവിടെ പറയാണ് എം ഹാസ് 2 ചിൽഡ്രൻ ആൻഡ് ഹി ഈസ് സൺ ഓഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഇവിടെ ഇയുടെ സൺ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് പറയാ ഹൂ ഈസ് ഫാദർ ഇൻ ലോ ഓഫ് എച്ച്. യെസ്, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ഇൻ ലോ ഓഫ് എച്ച് ആണ്. അപ്പൊ തന്നെ എന്ത് കിട്ടി? എച്ച് എന്ന് പറഞ്ഞാല് എമ്മിന്റെ വൈഫായിരിക്കും. എന്നാലേ ഫാദർ ഇൻ ലോ ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ മക്കൾ ഉണ്ടാവണം. അത് ഇതിൽ തന്നിട്ടില്ലല്ലോ, നമുക്ക് നോക്കാം. എന്നിട്ട് നെക്സ്റ്റ് പറയാണ് എച്ചിന് ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ, ഒരൊറ്റ മകനേ ഉള്ളൂ. മാത്രല്ല സി എന്ന് പറഞ്ഞാല് ഇയുടെ ഗ്രാൻഡ് ഡോട്ടർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയുടെ ഗ്രാൻഡ് ഡോട്ടർ അല്ലെങ്കിൽ പിന്നെ സി എന്തായിരിക്കും? ഗ്രാൻഡ് സൺ ആയിരിക്കും. ഗ്രാൻഡ് ഡോട്ടർ അല്ലേ എന്താ? ഗ്രാൻഡ് സൺ ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് പറയാൻ പറ്റുന്ന കാര്യം, എച്ച് ഹാസ് ഓൺലി 1 സൺ എന്ന് പറയുമ്പോ തന്നെ എന്തായിട്ടുണ്ട്? ഇത് എച്ചിന്റെ ഒരു സൺ ആയിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഡോട്ടർ ആണെന്ന് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്ത പോലെ എമ്മിന്റെ 2 മക്കളാണ് ആര്? ബിയും സിയും എന്നുള്ള കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം ഇത് വേറെ എവിടെയും ഫില്ല് ചെയ്യാൻ നമുക്ക് ഡേറ്റ ഒന്നും ഇല്ല. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ രീതിയിൽ ആയിരിക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് വരച്ച് നോക്കാൻ പറ്റും. എന്നിട്ട് എന്തെങ്കിലും കോൺട്രഡിക്ഷൻ ഉണ്ടോ നോക്കുക. അത്ര മാത്രമേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം എല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളത്. ബി ആൻഡ് സി സിബിലിംഗ്, നമ്മൾ ആദ്യം തന്നെ കൂടപ്പിറപ്പുകളാണ്, ഒരേ ജനറേഷൻ ആണ്, മാർക്ക് ചെയ്തു. എമ്മിന് 2 മക്കളുണ്ട്, അതാണ് ബിയും സിയും. ഇനി അതേപോലെ നോക്കിയേ, ഇവിടെ എം എന്ന് പറഞ്ഞാൽ സൺ ഓഫ് ഇ ആണ്. അപ്പൊ തന്നെ നമ്മൾ മെയിൽ എന്നുള്ള കാര്യവും മാർക്ക് ചെയ്തു. പിന്നെ പറയാണ് ഇ എന്ന് പറഞ്ഞാൽ എച്ചിന്റെ ഫാദറിലോ, അപ്പൊ എച്ച് ആയിരിക്കും ആരുടെ വൈഫ്? എമ്മിന്റെ വൈഫ്. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് പറയാണ് എച്ചിന് ഒരേ ഒരു മകനാ. അപ്പൊ തന്നെ കിട്ടിയ എന്ത്? ബി എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? ഡോട്ടർ ആയിരിക്കും. കാരണം ഒരേ ഒരു സൺ അല്ലേ ഉള്ളൂ. പിന്നെ അടുത്തത് സി എന്ന് പറഞ്ഞാല് ഗ്രാൻഡ് ഡോട്ടർ അല്ല, അപ്പൊ സി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് സൺ ആയിരിക്കും. പിന്നെ എന്താ പറയാ? ഹൗ ഈസ് ബി റിലേറ്റഡ് ടു ഇ? ഇപ്പൊ ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മെയിലും ഫീമെയിലും ഒക്കെ കിട്ടും എന്ന് തോന്നിയേക്കാം. പക്ഷെ ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ ഡേറ്റ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഡേറ്റ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് സി എന്ന് പറയുന്നത് സൺ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. ഈ ഡേറ്റ എടുത്തില്ലെങ്കിൽ ഓരോ ഡേറ്റയും നോർമലി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ അൺനെസസറി ആയിട്ടുള്ള റിഡൻഡന്റ് ആയിട്ടുള്ള ഡേറ്റാസ് കൊടുക്കാറില്ല പ്രോബ്ലംസിൽ. ഓക്കെ, സോ തന്ന ഡേറ്റ എല്ലാം യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കിട്ടും. എന്നിട്ട് ഇവിടെ ഇത്രയും കാര്യങ്ങൾ വരച്ച കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഇവിടെ ചോദിക്കുന്നത് എന്താ? ഹൗ ഈസ് ബി റിലേറ്റഡ് ടു ഇ? ഇയുടെ ആരാണ് ബി എന്നാണ് ചോദിച്ചത്. ഇയുടെ ആരാണ് ബി? ഇയുടെ മകന്റെ മകളാണ് അല്ലെ എന്ന് പറഞ്ഞ എന്താ വരിക? ഗ്രാൻഡ് ഡോട്ടറാ വരിക. ഇനി ഇതിലെങ്ങാനും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ കാര്യം യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പറയാൻ പോണ ആൻസർ ഏതാണെന്നറിയോ? നിങ്ങൾ ഡി ആയിരിക്കും പറയാ. നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റില്ല, കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയാ. സംഭവം മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് തന്ന സൂചനകളിൽ നിന്ന് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള കാര്യം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ അത്ര മാത്രമേ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലുള്ളൂ. മൂന്നാമത്തത് ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. ഓക്കെ, ഇതാ ഇതേ ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് വിടേണ്ട കാര്യമില്ല, ഇത് നമുക്ക് തന്നെ ചെയ്യാം. കാരണം ഒരേ ക്വസ്റ്റ്യൻ ആണ്, കണ്ടോ? ഒരേ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെറിയ മാറ്റം. എന്താണ്? ഹൗ ഈസ് എച്ച് റിലേറ്റഡ് ടു എം?
എമ്മിന്റെ ആരാണ് എച്ച്? നിങ്ങൾ ഇവിടുന്ന് നോക്കി, എമ്മിന്റെ ആരാ എച്ച്? എമ്മിന്റെ വൈഫാണ് എച്ച്. അപ്പൊ തന്നെ കിട്ടി, എമ്മിന്റെ വൈഫാണ് എച്ച്. ടു എം എന്ന് പറഞ്ഞാൽ എമ്മിന് ആര്? ടു എം എന്ന് പറഞ്ഞാൽ അപ്പൊ എമ്മിന്റെ ആരാ? എമ്മിന്റെ വൈഫാണ്. അത്രേ ഉള്ളൂ. അതോടുകൂടി മൂന്നാമത്തെ കഴിഞ്ഞിട്ടുണ്ട്. നാലാമത്തെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാം ഹൈ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പ്രതീക്ഷിക്കേണ്ട, പല ലെവലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. എല്ലാ ടൈപ്പും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഒക്കെ എന്താ പറയാ, എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ഇസ് ദ ഫാദർ, ബി ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ ബി ഇസ് ദ മദർ ഓഫ് സി. അങ്ങനെയൊക്കെ എല്ലാ ടൈപ്പും നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ആരാണ് ആൻസർ കമന്റ് ചെയ്യാന്ന് ഞാനൊന്ന് നോക്കട്ടെ. നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഒന്നുമില്ല, നിങ്ങൾ നേരെ ഫാമിലി ട്രീ വരയ്ക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വേറെ ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക്. നിങ്ങൾ ഫാമിലി ട്രീ വരയ്ക്കുക, അതിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കുറച്ച് ചെയ്യാനുണ്ടായേക്കാം, ബട്ട് പ്രശ്നമൊന്നുമില്ല, ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. there are two couples in a family. അപ്പൊ തന്നെ 2 കപ്പിളാണ് നമുക്ക് ആകെ ഉള്ളത് അല്ലെ, 2 കപ്പിളാണുള്ളത്. പിന്നെ പറയാണ് കേക്ക് 2 ചിൽഡ്രൻ ഉണ്ട്. അപ്പൊ തന്നെ കേക്ക് 2 ചിൽഡ്രൻ ഉണ്ട് അല്ലെ. അപ്പോ കേനെ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് 2 പേരെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്താ തന്നത്? എം എന്ന് പറഞ്ഞാല് വൈഫ് ഓഫ് ഓ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിലും നല്ലത് എം ഈസ് ദ വൈഫ് ഓഫ് ഓ എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എം ഈസ് ദ വൈഫ് ഓഫ് ഓ എന്നുള്ള കാര്യം, എം ഈസ് ദ വൈഫ് ഓഫ് ഓ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റും. എം ഈസ് ദ വൈഫ് ഓഫ് ഓ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഓക്കെ, പിന്നെ പറയാണ് കേക്ക് 2 ചിൽഡ്രൻ ഉണ്ട്, 2 കപ്പിൾസ് മാത്രമേ ഫാമിലിയിലുള്ളൂ. പിന്നെ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ ഇത് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞല്ലേ. ഓക്കെ, ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ നോക്കട്ടെ. അടിപൊളി. ഇവിടെ നുമാന്, അതേപോലെ തന്നെ രേവതി, അതേപോലെ ജോജോ, 3 പേരും കമന്റ് ചെയ്തത് സി ഓപ്ഷൻ ആണ്. അപ്പൊ പിന്നെ സംശയമില്ല, എല്ലാവർക്കും ഒരേ ആൻസർ കിട്ടിയ പിന്നെ സംശയമൊന്നുമില്ല, അത് കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ എനിവേ ഞാൻ ഇതിന്റെ ബാക്കി പറയാം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തത് എം ഈസ് ദ വൈഫ് ഓഫ് ഓ, എന്നിട്ട് പറയാണ് ഓ ഈസ് ദ ബ്രദർ ഓഫ് ബി. അപ്പൊ തന്നെ ബ്രദർ, ഒരേ ജനറേഷൻ. അപ്പൊ ഓ ഈസ് ദ ബ്രദർ ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. പിന്നെ പറയാണ് എഫ് ഈസ് ദ ഡോട്ടർ ഓഫ് കെ. ഇത് നമുക്കിനി എടുക്കണം അല്ലെ. പിന്നെ യു ഈസ് ദ സിസ്റ്റർ ഓഫ് എസ് ഹു ഈസ് സൺ ഓഫ് ഓ. അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടിയത് യു ഈസ് ദ സിസ്റ്റർ ഓഫ് എസ്. എസ് എന്ന് പറഞ്ഞ ആരാ? ഓയുടെ സണ്ണാണ്. അപ്പൊ തന്നെ എന്ത് കിട്ടി? ഓയുടെ സണ്ണാണ് എസ്. മാത്രല്ല എസിന്റെ സിസ്റ്റർ ആണ് ആര്? യു. കണ്ടോ, കറക്റ്റ് തന്ന കാര്യങ്ങൾ. ഈ ലൈന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും വരയ്ക്കട്ടോ, 2 കൂടി മക്കളാന്നുള്ള രീതിയിൽ വരയ്ക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞത് ടി ഈ സൺ ഓഫ് ബി. അപ്പൊ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ടി ആണ് ബിയുടെ സണ്ണ്. കണ്ടോ, സണ്ണാണ്, സോ പ്ലസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ബി ഹൂ ഈസ് എ മെയിൽ. കണ്ടോ, ബി എന്ന് പറഞ്ഞ മെയിലാണ്. പിന്നെ പറയാണ് ഹൗ ഈസ് യു റിലേറ്റഡ് ടു ടി. പിന്നെ നമ്മൾ നേരത്തെ ഒരാളെ പറഞ്ഞിട്ടില്ലല്ലോ, അല്ല സോറി, നേരത്തെ പറഞ്ഞ കേനെ നമ്മൾ യൂസ് ചെയ്തില്ലല്ലോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് കെ ഇവിടെ ആയിരിക്കും, കാരണം ഫാമിലിയിൽ 2 മാരീഡ് കപ്പിളാ, ഒന്ന് കെ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാൻ പറ്റും. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? എഫ് എന്ന് പറഞ്ഞ കെയുടെ ഡോട്ടർ ആണ്. കണ്ടോ, എഫ് നമ്മൾ ഇവിടെ സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്തു. കണ്ടോ, എന്ന് പറഞ്ഞാൽ ഇവര് 2 പേരുടെയും കൂടി മക്കളാണ്. ബിയുടെയും കെയുടെയും മക്കളാണ് ആര്? എഫ് എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങളോട് ചോദിച്ച കാര്യം എന്താ നോക്കിയേ? ചോദിച്ച കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഹൗ ഈസ് യു റിലേറ്റഡ് ടു ടി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഹൗ ഈസ് യു റിലേറ്റഡ് ടു ടി എന്ന് പറഞ്ഞ ടിയുടെ ആരാണ് യു എന്ന് പറഞ്ഞ ടിയുടെ ഫാദറിന്റെ ബ്രദർ, അതാണ് ഓ. ഓയുടെ മകളാണ് ആര്? യു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലി, ഇത് വേറൊരു ഫാമിലി, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. 2 ഫാമിലിയിൽ ഒരേ ജനറേഷനിലുള്ള ആളുകളാണ് ആര്? യുവും ടിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പേര് കൊടുക്കുക? കസിൻ എന്നാണ് പേര് കൊടുക്കുക. കുറച്ച് സ്പീഡ് കൂട്ടാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഏതായാലും നോക്കാം. നിങ്ങൾ സ്പീഡ് കുറവുണ്ട്, ഐ മീൻ സ്പീഡ് കൂടി പോയെങ്കിലൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോ ഏതായാലും കസിൻ ആണ് വരിക.
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരെ ചെയ്യാൻ പോവാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അത് ഓൾറെഡി ചെയ്തതിന്റെ ബാക്കിയാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എം റിലേറ്റഡ് ടു കെ. നിങ്ങൾ പറയും എം എങ്ങനെ കെയുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്? കെയുടെ ആരാണ് എം? നിങ്ങൾ പറഞ്ഞേ. കെയുടെ ആരാണ്? കെയുടെ എന്താ പറയാ, കെയുടെ ഹസ്ബൻഡ് ആണ് ബി. ബിയുടെ ബ്രദർ ആണ് ഒ. ഓയുടെ വൈഫാണ് ആര്? എം എന്ന് പറയുന്നത്. അപ്പോ എന്ത് റിലേഷനാണ് ഇവിടെ വരുന്നത് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. എന്ത് റിലേഷനാ വരുന്നത്? സിമ്പിൾ അല്ലേ? പറഞ്ഞോളൂ. യെസ്. അപ്പോ സിസ്റ്റർ ആണോ വരിക? നോക്കിയതാ ഇവിടെ ചോദിച്ചത് എമ്മും കെയും അല്ലേ ചോദിച്ചത്, ഈ രണ്ടാളുകളാ ചോദിച്ചത്. ഈ രണ്ടാളുകൾ എങ്ങനെയാ വരിക? യെസ്, കറക്റ്റ് ആണ്. എന്താ പറയാ? സിസ്റ്റർ ഇൻ ലോ എന്നാണ് പറയാ. സിസ്റ്റർ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയാ, രണ്ട് പേരുടെ അല്ലെങ്കിൽ രണ്ട് ബ്രദേഴ്സിന്റെ വൈഫുമാര് ഉണ്ടെന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഇൻ ലോ എന്നാണ് പറയാൻ പറ്റുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു പുതിയ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ രണ്ടെണ്ണം സെയിം ആയിരുന്നു. ഇവിടെ ആറാമത്തെ ക്വസ്റ്റ്യൻ. മഹേഷ് ഈസ് ദ ഫാദർ ഓഫ് റിവ ആൻഡ് പാറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് മഹേഷ്. ഹലോ ഹലോ പറയൂ സാർ. നമ്മളെ ഈ പറഞ്ഞോളൂ. ഇപ്പോ ഭാര്യയും ഭർത്താവാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അതാണ്. ഓക്കെ സാർ, നമ്മളിപ്പോ ഒരു സിബ്ലിംഗ് ആണെങ്കിലും സൺ ആണെങ്കിലും സാർ നമ്മൾ ഒരു സിംഗിൾ ലൈൻ ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അതെ, സിംഗിൾ ലൈൻ വെച്ചിട്ടാ റെപ്രസെന്റ് ചെയ്യാം. സാർ അത് വേറെ എന്തെങ്കിലും ഉണ്ട്? വേറെ എന്തെങ്കിലും ഒരു റെപ്രസെന്റേഷൻ ഉണ്ടോ? അതിപ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോളാൻ ചാൻസ് ഉണ്ടല്ലോ. അതെന്താന്നറിയോ, ഇവിടെ നമ്മള് ഓയുടെ ബ്രദർ ആണ്, അല്ലെങ്കിൽ ബിയുടെ, ഇവിടെ എന്താ പറഞ്ഞ ഹൂ ഈസ് ബ്രദർ ഓഫ് ബി എന്നല്ലേ? ഇവിടെ ഓയുടെ ഹൂ ഈസ് ബ്രദർ ഓഫ് ബി, ബിയുടെ ബ്രദർ ആണ് ഓ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രദർ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ജനറേഷനാ, നേരെ ഈ ഒരു ലൈന് കൊടുക്കും. ഇനി ഫാദർ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട, ഒരാളുടെ ഫാദർ എന്ന് പറഞ്ഞാൽ അയാളിന്ന് മോളോട്ട് വരയ്ക്കും. ഇനി അതേപോലെ തന്നെ എന്താ പറയാ, ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ ഹസ്ബൻഡ് വൈഫാണ് നമ്മൾ ഇങ്ങനെയും വരയ്ക്കാറുണ്ട്, ചിലപ്പോൾ അതാ ഇങ്ങനെയും കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവര് കപ്പിളാണ്, ഇങ്ങനെയും കൊടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ സത്യം പറയുകയാണെങ്കിൽ റെപ്രസെന്റേഷനിലൊന്നും നിങ്ങൾ യാതൊരു തരത്തിലും പേടിക്കണ്ടയോ അല്ലെങ്കിൽ നിങ്ങൾ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് ചിന്തിക്കേ വേണ്ട. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടേതായ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സത്യം പറയുകയാണെങ്കിൽ ഈ റെപ്രസെന്റേഷനിലൊക്കെ ഒരുവിധമൊക്കെ എന്താ പറയുക, ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്ത് വരുന്നതാണ്. പക്ഷെ സത്യത്തിൽ ഇങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുക, നിങ്ങൾ ബുക്ക് നോക്കിയാലും ഗൈഡ് നോക്കിയാലും കാണാൻ പറ്റുക. അപ്പൊ നമ്മൾ ചെയ്യണ പോലെ തന്നെയാണ് മറ്റുള്ള സ്ഥലങ്ങളിലും ഉണ്ടാവുക. അതൊന്നും റെപ്രസെന്റേഷൻ അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായ മാത്രം മതി. ബ്രദർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരേ അച്ഛന്റെയും അമ്മയുടെയും മകളാണല്ലോ. ഇവിടെ ഇപ്പൊ നോക്കിയേ, എസിന്റെ ബ്രദർ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ലൈൻ ഇതാ ഇവിടെ ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന ലൈന് വന്നത് കൊണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഓയുടെ മകളാണ് ആര്, യു എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണുമ്പോൾ തിരിയും. അപ്പൊ ആ രീതിയിലേ ഉള്ളൂ, അല്ലാതെ റെപ്രസെന്റേഷനിൽ വലിയൊരു സിഗ്നിഫിക്കൻസ് ഇല്ല. നിങ്ങൾ ഇഷ്ടത്തിന് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ കാര്യം ക്ലാസ് എടുക്കുമ്പോൾ, ബാങ്കിന് ക്ലാസ് എടുക്കുമ്പോൾ, ഇപ്പൊ ഒരു പെൺകുട്ടി മാർക്ക് ചെയ്യണെന്ത്, ഇപ്പം ഫീമെയിൽസിനെ പ്ലസ് എന്നാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം മെയില് പ്ലസ് എന്ന് പറയുമ്പോൾ എന്തോ അവൾക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഏത് രീതിയിലും ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡൗട്ട് ചോദിക്കായിരിക്കും കുറച്ചുകൂടി നല്ലത്. മാക്സിമം നമുക്ക് കവർ ചെയ്യാലോ. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന മഹേഷ് ഈസ് ദ ഫാദർ ഓഫ് റിവ ആൻഡ് പാറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് വൻഷ് എന്ന് പറഞ്ഞാൽ വൻഷിന്റെ അച്ഛന്റെ അച്ഛനാണ് പാറ്റേണൽ ഗ്രാൻഡ് ഫാദർ. ഈ പേരൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയേ. അപ്പൊ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഒരുമിച്ച് ചെയ്താൽ നിങ്ങൾ കാണുമല്ലോ അല്ലെ? ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ മഹേഷ് ഈസ് ഫാദർ ഓഫ് റിവ എന്നുള്ളത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. മഹേഷ് ഈസ് ഫാദർ ഓഫ് റിവ ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് പറയാണ് മഹേഷ് ഈസ് ഫാദർ ഓഫ് റിവ ആൻഡ് പാറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് വൻഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഇത് ഇവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ അത് മാർക്ക് ചെയ്യാനുള്ള ഒരു പൊസിഷനിലല്ല. കാരണം റിവ മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. ഈ പേര് വെച്ചിട്ട് നിങ്ങൾ മെയിലോ ഫീമെയിലോ എന്ന് പറയരുത്, അതാണ് പ്രത്യേകം പറയാനുള്ളത്. ഓക്കെ, ഏതായാലും നെക്സ്റ്റ് ആകാശ് ഈസ് ദ ബ്രദർ. റിവയുമായിട്ട് ഡയറക്റ്റ് ഉള്ള കണക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആകാശ് ബ്രദർ ആണ്, അപ്പൊ ഇവിടെ പ്ലസ് എന്നിട്ടു.
പിന്നെ അത് കഴിഞ്ഞിട്ട് റിവ ആൻഡ് ഫാദർ ഓഫ് വൻഷ് ആൻഡ് ഋതു. ഇപ്പൊ തന്നെ എന്തായി? ഋതു അതേപോലെ തന്നെ എന്താ പറയാ വൻഷ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പേരാണ് അല്ലെ. അപ്പൊ വൻഷ് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞു ആഗ്യാഷ് ഈസ് ദ ബ്രദർ ഓഫ് റിവ ആൻഡ് ഫാദർ ഓഫ് വൻഷ് ആൻഡ് ഋതു. ഓക്കെ, ഋതു ഈസ് ദ ഓൺലി ഡോട്ടർ. കണ്ടോ, ഇത് ഡോട്ടറാ. അപ്പൊ എന്തായിട്ടുണ്ട്? ഇവിടെ സണ്ണായിരിക്കും ഉണ്ടാവുക. ആകാശിന്റെയും മായയുടെയും, കണ്ടോ, മായ എന്ന് പറയുമ്പോൾ അത് ഫീമെയിൽ ആണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. അപ്പൊ ഞാനിത് ഫുള്ള് പറയുന്നതിന്റെ മുമ്പ് തന്നെ ഓൾറെഡി ഇവിടെ കമന്റ് വന്നിട്ടുണ്ട്. എന്താണ്? ഹരികൃഷ്ണനും നുഅ്മാനും അബൂബക്കറും ലക്ഷ്മിയും എല്ലാം പറയുന്നത് എന്താണ്? ഡോട്ടർ ഇൻ ലോ. എല്ലാവരും ഒരേ ആൻസറാണ്. അപ്പൊ ഏതായാലും ഇവിടെ ചോദ്യം ഇതാണ്, മായ മഹേഷിന്റെ ആരാണ്? ടു മഹേഷ്, മഹേഷിന്റെ ആരാണ്? മഹേഷിന്റെ എന്താ പറയാ മരുമകൾ. കാരണം മഹേഷിന്റെ മക്കളാണ് ആര്? റിവയും അതേപോലെ തന്നെ ആകാശം എന്ന് പറയുന്നത്. കണ്ടോ, അപ്പൊ മരുമകളാണ് ആര്? മായ എന്ന് പറയുന്നത്. ഈസി അല്ലേ, അല്ലെ? അപ്പൊ അത്രേ ഉള്ളൂ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇതില് കുറച്ചുകൂടി എന്താ പറയാ വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദക്ഷക്ക് 2 മക്കളുണ്ട്. ഞാൻ നേരെ വരയ്ക്കും. ഇതൊക്കെ വരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും, അധികം ടൈം ഒന്നും വേണ്ട. ദക്ഷ ഹാസ് 2 സൺ, ബാദൽ ആൻഡ് പെസാൻ. കണ്ടോ, നേരെ മാർക്ക് ചെയ്തു. പിന്നെ ബാദൽ ഈസ് മാരീഡ് ടു ഉത്കൽ. ഇപ്പൊ തന്നെ നോക്കിയേ, ഉത്കൽ എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ തന്നെ എന്ത് ചെയ്യാം? അത് ഫീമെയിലുമാണ് അല്ലെ. ഉത്കൽ ഈസ് മദർ ഓഫ് ശ്രുതി. അപ്പൊ ഇവരുടെ മക്കളാണ് ആര്? ശ്രുതി എന്ന് പറയുന്നത്. SH ഉണ്ട്. ഓക്കെ, ശ്രുതി നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ ശ്രുതി മെയിലാണോ ഫീമെയിൽ ആണോ നമുക്കറിയില്ല. പേര് കേട്ട് നിങ്ങൾ ഒരിക്കലും പാടില്ല. നെക്സ്റ്റ്, ലക്ഷ്യത്ത് ഈസ് ഡോട്ടർ ഓഫ് ദക്ഷ. അപ്പൊ ലക്ഷ്യത്ത് എന്ന് പറഞ്ഞാല് ദക്ഷയുടെ ഒരു ഡോട്ടറാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ലക്ഷിത് എന്നുള്ള ഒരു പേര് നമുക്ക് മാർക്ക് ചെയ്യാം. ലക്ഷിത് ഡോട്ടറാണ്. പിന്നെ എന്താ പറയാ, യദു ഈസ് ദ മദർ ഇൻ ലോ ഓഫ് ഉത്കൽ. അപ്പോ യദു ഈസ് ദ മദർ ഇൻ ലോ ഓഫ് ഉത്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് പറയാൻ പറ്റും എന്ത്? യദു എന്ന് പറയുന്നത് മദർ ഇൻ ലോ ഓഫ് ഉത്കലാണ്. അപ്പോ ഉത്കലിന്റെ അമ്മായി അമ്മയാണ് ആര്? യദു. അപ്പൊ തന്നെ യക്ഷ എന്തായിരിക്കും? മെയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? ഹൗ ഈസ് ശ്രുതി റിലേറ്റഡ് ടു ദക്ഷ എന്നാണ് ചോദിച്ചത് അല്ലെ. അപ്പോ ഇത്രയും കാര്യങ്ങളെ തന്നിട്ടുള്ളൂ. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പേര് കേട്ടിട്ട് അത് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് ഒരിക്കലും നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ പല കുട്ടികളും ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരാണെങ്കിൽ അവര് ശ്രുതിന്ന് കാണുമ്പോ തന്നെ എന്ത് ചെയ്യും? ഗ്രാൻഡ് ഡോട്ടർ എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നുണ്ട് ഒരുവിധം കുട്ടികളൊക്കെ. അപ്പൊ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ എപ്പോ ചൂസ് ചെയ്യാന്നറിയോ? ഈ ഒരു രീതിയിലുള്ള ഓപ്ഷൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിലോ നിങ്ങൾ ഒരിക്കലും ഇത് ചൂസ് ചെയ്യരുത്. നിങ്ങൾ ഇത് മാത്രമേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അത്രേ ഉള്ളൂ. ഇവിടെ ആൻസർ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. ഒരാള് സംസാരിക്കുന്നതാ. റിത ടോൾഡ് മണി, the girl I met yesterday at the beach was the youngest daughter of the son-in-law of my friend's mother. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ ഈസ് ദ ഗേൾ റിലേറ്റഡ് ടു റിതാസ് ഫ്രണ്ട് എന്നാ പറഞ്ഞത്. ഇത് കുറച്ചുകൂടി വരയ്ക്കാൻ ചെറിയൊരു പാടുണ്ട്, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ബട്ട് എന്നാലും നിങ്ങൾക്ക് കിട്ടും. ഒരാള് കറക്റ്റ് ആൻസർ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ പറയാമെന്ന്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നേരെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു നല്ലൊരു ഫലം കിട്ടില്ല. കാരണം നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നും ഇത് സിമ്പിൾ അല്ലേ, വളരെ ഈസി അല്ലേ എന്ന് തോന്നും. പക്ഷെ വരച്ചുണ്ടാക്കാൻ ആദ്യ ഘട്ടങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഏതായാലും റിത ടോൾഡ് മണി, ദ ഗേൾ ഐ മെറ്റ് യെസ്റ്റർഡേ അറ്റ് ദ ബീച്ച് വാസ് ദ യങ്ങസ്റ്റ് ഡോട്ടർ ഓഫ് ദി സൺ-ഇൻ-ലോ ഓഫ് മൈ ഫ്രണ്ട്സ് മദർ. മൈ ഫ്രണ്ട്സ് മദർ. ഹൗ ഈസ് ദ ഗേൾ റിലേറ്റഡ് ടു റിതാസ് ഫ്രണ്ട്. അപ്പൊ നമുക്ക് റിതയുടെ ഫ്രണ്ട് ആണ് ഇമ്പോർട്ടന്റ്. റിതയുടെ ഫ്രണ്ട്, റിതാസ് ഫ്രണ്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടന്റ്. ഇത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. മൈ ഫ്രണ്ട്സ് മദർ എന്ന് പറയുമ്പോൾ റിതയുടെ ഫ്രണ്ടിന്റെ മദർ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും അങ്ങോട്ട് നേരെ അങ്ങോട്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ അതേപോലെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുകയാണ്, ദ ഗേൾ ഐ മെറ്റ് യെസ്റ്റർഡേ അറ്റ് ദ ബീച്ച് വാസ് ദ യങ്ങസ്റ്റ് ഡോട്ടർ ഓഫ് ദി സൺ-ഇൻ-ലോ ഓഫ് മൈ ഫ്രണ്ട്സ് മദർ. സൺ-ഇൻ-ലോ ഓഫ് മൈ ഫ്രണ്ട്സ് മദർ, അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ മദറിന്റെ സൺ-ഇൻ-ലോന്റെ ആരാണ്? യങ്ങസ്റ്റ് ഡോട്ടർ ആണ്. ഇന്നലെ ഞാൻ ബീച്ചിൽ വെച്ച് കണ്ടത് എന്നാ പറയുന്നത്. എനിക്ക് നേരെ അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യും.
പക്ഷെ ഒരാളെങ്കിലും കറക്റ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു പെർഫെക്ഷൻ കിട്ടുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടുമോ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക. ആരെങ്കിലും കിട്ടുമോ എന്നൊന്ന് ട്രൈ ചെയ്തേ. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് പറയാം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ കനോട്ട് സേ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ഓക്കെ, അപ്പോ എന്താ പറയാ, രണ്ട് രീതിയിലും നിങ്ങൾക്ക് ആൻസർ വന്നേക്കാം. ഏതായാലും ഞാൻ ഇവിടെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്തത് ഞാൻ കണ്ടു. അപ്പൊ ഏതായാലും നിങ്ങൾ പറഞ്ഞ കനോട്ട് സേ ആണ് കറക്റ്റ് ആൻസർ. കാരണം എന്താണെന്നറിയോ, ഇവിടെ നിങ്ങൾ പറഞ്ഞ നോക്കിയേ, മൈ ഫ്രണ്ട്സ് മദർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സൺ ഇൻ ലോ ഓഫ് മൈ ഫ്രണ്ട്സ് മദർ. ഈ ഫ്രണ്ട് എന്താ പറയാ, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള കാര്യം അറിയില്ല. മെയിൽ ആണെങ്കിൽ ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആയിരിക്കും ആര്, ഈ പറഞ്ഞ സണ്ണിൻലോ. ഈ ഹസ്ബൻഡിന്റെ മകളായിരിക്കാം ഈ പറയുന്ന ഗേള് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ചിലപ്പോ ഈ ഫ്രണ്ടിന്റെ തന്നെ ഡോട്ടർ ആവാം ആര്, ഈ ഗേള് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതാണ് ഈ ഗേള് എന്നുള്ള രീതിയിലും വരാം. കാരണം ഈ ജസ്റ്റ് ഫ്രണ്ട് എന്നേ പറയുന്നുള്ളൂ. ഇത് മെയിലാണോ ഫീമെയിൽ ആണോ ഒരു കാര്യം അറിയില്ല. രണ്ട് രീതിയിൽ ഈ കാര്യങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റിയ എന്താ, കനോട്ട് സേ എന്നാ പറയാൻ പറ്റുക. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കറക്റ്റ് വരച്ചാൽ 100% ഇത് തന്നെ ആവണം എന്നൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ പല പോസിബിലിറ്റീസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കനോട്ട് സേ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഇനി 9ാമത്തത്, പോയിന്റിങ് ഔട്ട് ടു എ ലേഡി, രാജൻ സെറ്റ് ഷീ ഈസ് ദ ഡോട്ടർ ഓഫ്, ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദ വുമൺ ഹൂ ഈസ് ദ മദർ ഓഫ് ദി ഹസ്ബൻഡ് ഓഫ് മൈ മദർ. കണ്ടോ, ഇതൊക്കെ വളരെ റിഡൻഡന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഹസ്ബൻഡ് ഓഫ് മൈ മദർ എന്ന് പറഞ്ഞാൽ ഇതിന് പകരം നേരെ ഫാദർ എന്ന് പറഞ്ഞാൽ പോരെ. ഇത് പറയില്ല. എന്നിട്ട് നമ്മളിങ്ങനെ വളഞ്ഞ മൂക്ക് പിടിക്കുക എന്ന് പറയില്ല, ആ രീതിയിലാണ്. കാരണം വെറുതെ റിഡൻഡന്റ് ആയിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടിയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എന്തിനാ, അത് വായിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ, മാക്സിമം കൺഫ്യൂഷൻ ആക്കണം, അല്ലെ മാക്സിമം നമ്മുടെ ടൈം കളയണം, അല്ലെങ്കിൽ മാക്സിമം മിടുക്കന്മാരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദി വുമൺ ഹൂ ഈസ് ദ മദർ ഓഫ് മൈ ഫാദർ എന്ന് പറഞ്ഞാൽ മതി. കണ്ടോ, അപ്പൊ ഇവിടെ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാദർ എന്ന് ഡയറക്റ്റ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. എന്തിനു പകരം, ഇവിടെ ആൻസർ എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ 2 ആൻസർ ആണല്ലോ വന്നത്. ഓക്കെ, എ ഓപ്ഷനും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഡി ഓപ്ഷനും വന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇവിടെ ഫാദർ എന്നുള്ളത് മാർക്ക് ചെയ്യാം. എന്നിട്ട് എന്താ പറഞ്ഞേ, ഓഫ് ദ ഫാദർ എന്നാ പറഞ്ഞത്. ഹു ഈസ് ദ മദർ എന്ന് പറഞ്ഞ ഇവിടെ എന്താ മദർ എന്നുള്ള കാര്യം വന്നിട്ടുണ്ട്. പിന്നെ പറയാ ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദി വുമൺ ഹു ഈസ് ദ മദർ എന്ന് പറ. ഇതാണ് ഈ വുമൺ എന്ന് പറയുന്നത്. ഈ വുമന്റെ ഡോട്ടറിനെ പറ്റിയാ പറയുന്നത്. ഇതാ നോക്കിയേ, വുമന്റെ ഡോട്ടർ. കണ്ടോ, ഇവിടെയാണ് ആ ഡോട്ടർ ഉള്ളത്, അല്ലെ. അപ്പൊ ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദി വുമൺ ഹു ഈസ് ദ മദർ ഓഫ് മൈ ഫാദർ എന്നാണ് വരിക. കണ്ടോ, അപ്പൊ ഈ പറയുന്ന ആള് രാജന്റെ ഫാദറിനെ പറ്റിയാണ് ആദ്യം പറയുന്നത്. ഇതാണ് രാജന്റെ ഫാദർ, അല്ലെ. അപ്പോ ഏത് രീതിയിലാണ് ഈ ആൻസർ വരിക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് തോന്നിയേക്കാം എന്ത്, ഈ പറയുന്നത് ഇപ്പം സിസ്റ്റർ എന്ന രാജന്റെ ആരെന്നാ ചോദിച്ചത്. അപ്പൊ ഇവിടെ ആൻസർ കമന്റ് വന്നപ്പോ നുമാൻ ഡി പറഞ്ഞു. എന്തുകൊണ്ടാ വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഫാദറിന്റെ ആരാണ് ഈ ഡോട്ടറിനാണ് നുമാന് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ അത് രാജന്റെതാ ചോദിച്ചത്. അപ്പൊ രാജന്റെ ആരാ, രാജന്റെ ഫാദറിന്റെ സിസ്റ്റർ ആണ് വരിക. അപ്പൊ എന്താ വരിക, ഓണ്ടാണ് ആൻസർ വരിക. അപ്പൊ കൂടുതൽ പേരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമന്റ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പൊ ഏതായാലും ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഹസ്ബൻഡ് ഓഫ് മൈ മദർ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഫാദർ എന്ന് മാറ്റാൻ പറ്റും. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാദർ എന്ന് പറയാൻ പറ്റും. എന്നിട്ട് ഈ പറഞ്ഞത് എന്താ, ഫാദറിന്റെ മദർ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ കഴിഞ്ഞു. പിന്നെന്താ പറഞ്ഞേ, ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദ മദർ ഓഫ് മൈ ഫാദർ എന്ന് പറഞ്ഞാൽ എന്റെ ഫാദറിന്റെ മദറിന്റെ ഡോട്ടർ എന്ന് പറഞ്ഞ ആരാണ്, എന്റെ അച്ഛന്റെ അമ്മയുടെ മകൾ എന്ന് പറഞ്ഞ എന്റെ ഓണ്ടാണ് വരിക. കണ്ടോ, അപ്പൊ രാജന്റെ ആരാ, എത്ര സിമ്പിളാ. ഇത് ചിന്തിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ കിട്ടും, പക്ഷെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സമയം പോകും. കാരണം എന്താണെന്നറിയോ, ഹസ്ബൻഡ് ഓഫ് മൈ മദർ, മദർ ഓഫ് ദി ഹസ്ബൻഡ് ഓഫ് മൈ മദർ,
വുമൺ ഹൂ ഈസ് ദ എന്നൊക്കെ പറഞ്ഞ ഡോട്ടർ ഓഫ് വുമൺ ഹൂ ഈസ് ദ മദർ ഓഫ് ഹസ്ബൻഡ് ഓഫ് മൈ മദർ എന്ന് പറയുമ്പോൾ നിങ്ങളെ തല ഇങ്ങനെ വട്ടത്ത് കറങ്ങും. അപ്പൊ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് നല്ലത്. ഏതായാലും ഓപ്ഷനെയാണ് വരിക. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഇതിൽ നെഫ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബ്രദറിന്റെയോ അല്ലെങ്കിൽ സിസ്റ്ററിന്റെയോ എന്താ പറയാ സണ്ണാണെന്ന് എടുത്താൽ മതി. നിങ്ങൾ ഈ പേര് കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നേരെ അങ്ങോട്ട് വരയ്ക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ, നിങ്ങൾ നേരെ അങ്ങോട്ട് വരയ്ക്കുക. അപ്പോ ആരെങ്കിലും ആൻസർ കണ്ടുപിടിക്കുമോ നോക്കട്ടെ. പക്ഷെ ഞാൻ വല്ലാതെ വെയിറ്റ് ചെയ്യുന്നില്ല. വെയിറ്റ് ചെയ്ത എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിപ്പോ രണ്ടിന്റെ ഇടയില. ഞാൻ നേരെ ചെയ്താലും പ്രശ്നമാണ്, ഇപ്പം ചെയ്തില്ലെങ്കിൽ തീരെയില്ല. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ചെയ്യുക, സ്വന്തമായിട്ട് ആൻസർ കിട്ടുമെന്നൊക്കെ. ഞാൻ മെല്ലെ വരച്ച് തുടങ്ങാം. ആർക്കെങ്കിലും സ്റ്റെക്ക് ആവുന്നുണ്ട് ഇവിടെ നോക്കുകയും ചെയ്യാലോ. എ മാൻ പോയിന്റിംഗ് ടു എ ഫോട്ടോഗ്രാഫ് സേസ് ദ ലേഡി ഇൻ ദ ഫോട്ടോഗ്രാഫ് ഈസ് മൈ നെഫ്യൂസ് മാറ്റേണൽ ഗ്രാൻഡ് മദർ. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവിടെ നോക്കിയേ, ദ ലേഡി ഇൻ ദ ഫോട്ടോഗ്രാഫ് ഈസ് മൈ നെഫ്യൂസ് മാറ്റേണൽ ഗ്രാൻഡ് ഫാദർ. അപ്പോ ഇതാണ് ആ മാൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് പറയാണ് ദ ലേഡി ഇൻ ദ ഫോട്ടോഗ്രാഫ് ഈസ് മൈ നെഫ്യൂസ് മാറ്റേണൽ ഗ്രാൻഡ് ഫാദർ. അപ്പൊ ഇവിടെയാണ് ഇദ്ദേഹത്തിന്റെ നെഫ്യൂ ഉള്ളത്. ഓക്കെ, നെഫ്യൂ എവിടെയാണുള്ളത്? ഇവിടെ സിസ്റ്ററോ അല്ലെങ്കിൽ എന്താ പറയാ ബ്രദറോ ഉണ്ട്. എന്നിട്ട് പറയാ ദ ലേഡി ഇൻ ദ ഫോട്ടോഗ്രാഫ് ഈസ് മൈ നെഫ്യൂസ് മാറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വഴിയുള്ള ഗ്രാൻഡ് മദർ ആണെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് മാറ്റേണൽ വരണമെങ്കിൽ ഇത് ഫീമെയിൽ ആയേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് പറയാൻ പറ്റും? എന്താ പറയാ മാറ്റേണൽ ഗ്രാൻഡ് മദർ എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ചോദിക്കുകയാണ് ഹൗ ഈസ് ദ ലേഡി ഇൻ ദ ഫോട്ടോഗ്രാഫ് റിലേറ്റഡ് ടു ദ മാൻ സിസ്റ്റർ ഹു ഹാസ് നോ അതർ സിസ്റ്റർ. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആൻസേഴ്സ് ഒരു ആൻസർ ഇവിടെ വന്നിട്ടുണ്ട്. ബി ഓപ്ഷൻ ദാറ്റ് ഈസ് മദർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഒന്നുകൂടെ വായിക്കാം. ഏതായാലും നമ്മൾ വരച്ചത് കറക്റ്റ് ആണ്. കണ്ടോ, വളരെ സിമ്പിൾ. ആകെ 4 പേരെ വരയ്ക്കാനുള്ളൂ അല്ലെ. എന്നിട്ട് നിങ്ങൾ നോക്കിയേ, ഹൗ ഈസ് ദ ലേഡി ഇൻ ദ ഫോട്ടോഗ്രാഫ്. ഫോട്ടോഗ്രാഫ് എവിടെയാ? എ മാൻ പോയിന്റിംഗ് ടു എ ഫോട്ടോഗ്രാഫ് സേസ് ദ ലേഡി ഇൻ ദ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ലേഡി എന്ന് പറഞ്ഞാൽ ആരാ വരിക? ഇതാണ് ആ ലേഡി എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ലേഡി എന്ന് പറയുന്നത്. എന്നിട്ട് ചോദിക്കുക ഹൗ ഈസ് ദ ലേഡി ഇൻ ദ ഫോട്ടോഗ്രാഫ് റിലേറ്റഡ് ടു ദ മാൻ സിസ്റ്റർ. ഒരു മിനിറ്റ്. ഫോട്ടോഗ്രാഫ് ഈ സിസ്റ്റർ ആണ്. ദ ലേഡി ഇൻ ദ ഫോട്ടോഗ്രാഫ് ഈസ് മൈ അല്ലല്ല ഇതാണ് സോറി ഇതാണ് ലേഡി ഇൻ ദ ഫോട്ടോഗ്രാഫ് ഈസ് മൈ നെഫ്യൂസ് മാറ്റേണൽ ഗ്രാൻഡ് മദർ. ഇതാണ് ലേഡി എന്ന് പറയുന്നത് കേട്ടോ. സോറി ഇതാണ് ലേഡി. ഓക്കെ, ഞാൻ കറക്റ്റ് ചെയ്യാം. ലേഡി എന്ന് പറഞ്ഞാല് ഈ ഒരു പറയുന്ന ആളുടെ മദർ എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ മാനിന്റെ സിസ്റ്ററിന്റെ മദർ ആണ് ഈ പറയുന്ന ആള്. അപ്പൊ നിങ്ങളോട് ചോദിച്ചത് എന്താ? ഹൗ ഈസ് ദ ലേഡി ഇൻ ദ ഫോട്ടോഗ്രാഫ് റിലേറ്റഡ് ടു ദ മാൻ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇവരെ പറ്റിയാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള സിസ്റ്ററെ പറ്റിയാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും എന്ത്? ഈ പറയുന്ന ആള്. അല്ല, നിങ്ങൾ ആൻസർ എന്താ കമന്റ് വരാത്തത്? എന്താ പ്രശ്നമുണ്ടോ? അപ്പൊ ഞാൻ കമന്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഫൈനൽ ആൻസർ പറയുന്നില്ല. ഹൗ ഈസ് ദ ലേഡി ഇൻ ദ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാൻഡ് മദറിനെ പറ്റിയാ ചോദിക്കുന്നത്. റിലേറ്റഡ് ടു ദ മാൻ സിസ്റ്റർ. മാൻ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത ആളാണ് അല്ലെ. എന്നിട്ട് പറയാണ് ഹു ഹാസ് നോ അതർ സിസ്റ്റർ. ഈ സിസ്റ്ററിന്റെ ആരാണ് ഈ ലേഡി അല്ലെങ്കിൽ ഈ ഗ്രാൻഡ് മദർ എന്നാ ചോദിക്കുന്നത്. സിസ്റ്ററിന്റെ ആരാണ് ഈ ഗ്രാൻഡ് മദറിന് എഴുതിയിട്ടുള്ളത്? ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ നെഫ്യൂന്റെ ഗ്രാൻഡ് മദറാ. സിസ്റ്ററിന്റെ ആരാ? സിസ്റ്ററിന്റെ മദർ ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് ആൻസർ ബി ഓപ്ഷൻ ആണ്. ഇവിടെ ഒരൊറ്റ കമന്റേ വന്നിട്ടുള്ളൂ. അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്നുകൂടെ പറയാം. എ മാൻ പോയിന്റിംഗ് ടു എ ഫോട്ടോഗ്രാഫ്. ജസ്റ്റ് മാൻ എന്ത് ചെയ്യാണ്? ഒരു ഫോട്ടോഗ്രാഫ് നോക്കി പറയാണ് ദ ലേഡി ഇൻ ദ ഫോട്ടോഗ്രാഫ് ഈസ് മൈ നെഫ്യൂസ് മാറ്റേണൽ ഗ്രാൻഡ് മദർ. അപ്പൊ നെഫ്യൂ എന്നുള്ളത് ആദ്യം വരച്ചു. മാറ്റേണൽ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ മുകളിൽ ഉണ്ടാവുക എന്താ? അമ്മയാണ്. അപ്പൊ തന്നെ ഇത് ഫീമെയിൽ കൊടുക്കാം. എന്നിട്ട് അമ്മയുടെ അമ്മ, ഇതാണ് ഈ അമ്മ അല്ലെ, അമ്മയുടെ അമ്മ. പിന്നെ എന്ത് ചെയ്യാ? ദ ലേഡി ഇൻ ദ ഫോട്ടോഗ്രാഫ് ഈസ് മൈ നെഫ്യൂസ് മാറ്റേണൽ ഗ്രാൻഡ് മദർ. ഇതാണ് ആ ലേഡി എന്നാ പറഞ്ഞത്. അപ്പൊ തന്നെ ഇത് ലേഡി ആണെന്നുള്ള കാര്യം മാർക്ക് ചെയ്തു. പിന്നെ ചോദിച്ചു എന്താ? ഈ ലേഡി, ഹൗ ഈസ് ദ ലേഡി ഇൻ ദ ഫോട്ടോഗ്രാഫ് റിലേറ്റഡ് ടു ദ മാൻ സിസ്റ്റർ ഹു ഹാസ് നോ അതർ സിസ്റ്റർ എന്നാ പറഞ്ഞത്. ഈ സിസ്റ്ററുമായിട്ട് എന്താ ബന്ധം എന്നാ ചോദിച്ചത്? സിസ്റ്ററിന്റെ മദർ ആണ്.